Yes, Sean. Sean. Yes, Sean. അടിച്ചടാ. Yes, Sean. പിള്ളേർ കാണിച്ച സ്ഥലത്ത് നിൽക്കുക കേട്ടോ. നിങ്ങളുടെ പേരെന്താ പറ? ഓടി. യെസ് ഗായ്സ്, നമ്മുടെ കാശി മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നല്ല ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് വാങ്ങിക്കണം. എന്നാൽ പ്രൈസ് ഭയങ്കര പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പം ഫിഷിംഗ് ബ്രോസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാറും. ഗൈസ്, വെറും 300 രൂപയ്ക്ക് നല്ല കിടിലൻ റിസൾട്ടുള്ള ഫ്രോഗ്ലൂറാണ് ഇതേണ്ട. ഇത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ഫ്ലാഷ് എന്ന് പറഞ്ഞ ഫ്രോഗ്ലൂർ ആട്ടോ. പ്രൈസ് റേഞ്ച് കുറഞ്ഞുകൊണ്ട് തന്നെ ഇതിന് വെയിറ്റ് കുറയുന്നൊന്നുമില്ല കേട്ടോ. നല്ല കിടിലൻ വെയിറ്റ്, അതായത് 12 ഗ്രാം ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 12 ഗ്രാം വെയിറ്റും ഉണ്ട്, 6 സെന്റിമീറ്റർ നീളമുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സംഭവം പാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാവേ എങ്ങനെയുണ്ടെന്ന്. കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പുൽച്ചാടിയുടെ ഷേപ്പിലാണ് സാധനം മേക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി റബ്ബറിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല കിടില ഒരു സ്പിന്നറും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഒരു സിവിലും ഫ്രണ്ട് വന്നിട്ടുണ്ട്. വെയിറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മുടെ സ്പിന്നർ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നൂല് വെച്ച് ഒന്ന് കെട്ടി ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പോകത്തൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രോഗ്ലൂറാണ്. എന്തായാലും നമ്മൾ ഇതായിട്ട് ഈ ഒരു പച്ച പുൽച്ചാടിയിൽ ഇഷ്ടം പോലെ മീനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ഫ്ലാഷുമായിട്ട് കാസ്റ്റ് ചെയ്യാൻ വന്നേക്കാം കേട്ടോ. നമ്മുടെ എന്താ ഫസ്റ്റ് യെസ് ഷോൺ. നമ്മുടെ ഫ്ലാഷിൽ ഫസ്റ്റ് മീനാണ് അടിച്ചു കയറുന്നത്. നല്ല മീനാണ് കേട്ടോ. ഫ്ലാഷ് സമാന്ത ഫാൻ കൊള്ളാം കേട്ടോ. നമ്മുടെ ഫ്ലാഷിൽ ഇന്നത്തെ ഫസ്റ്റ് മീൻ ലിഫ്റ്റ് ചെയ്യാൻ പോണേ. ഗൈസ്, 1 kg വരുന്ന കിടിലൊരു വരല്ലേ കേട്ടോ. ആദ്യം ഒന്ന് അടിച്ച് മിസ്സായി, പിന്നെ പുറകെ വന്ന് കിടിലൊരടി കണ്ടോ. കിടിലൊരു വരല്ല, കറക്റ്റ് ഒരു 1 kg. ഫ്ലാഷ് ഇരിക്കുന്നുണ്ടല്ലോ, കിടില ഹുക്ക്. ഇപ്പോൾ ഒന്നും പറയില്ല, സെറ്റ് സാധനം. കുറുമാക്കി കാണിച്ചു തരാവേ. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഹുക്കപ്പാ കേട്ടോ. വലിയ ഡാമേജ് ഒന്നുമില്ല. എൻ്റെ മേലിൽ ഞാൻ വാഴയോടെ ഹുക്ക് കയറിയിരിക്കണം. എന്താ മീൻ അടിക്കുമ്പോൾ ഹുക്ക് ചെയ്യുന്നുള്ളത് തന്നെ ഒരിക്കലും നമുക്ക് മിസ്സാകത്തില്ല. അത്യാവശ്യം ഒരു 1 kg വരുന്ന കിടിലൊരു വരാലോ കേട്ടോ. നേരെയാണ് നമ്മൾ ചാക്കിനകത്തോട്ട്. കണ്ടല്ലോ, ഉപ്പ് കയറ്റിയെന്ന് തന്നെ മീൻ മിസ്സാകത്തില്ല. കിഡിലെ സാധനം നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്ലാഷ് എന്ന് പറഞ്ഞ ഫ്രോഗ്ലൂർ കേട്ടോ. കീച്ച യെസ് ഷോൺ. ഫ്ലാഷിൽ നമ്മൾ അടുത്ത മീനെ പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ വരാല് കിട്ടില്ല അടി. ഇവന് ഒരു 1/2 kg പ്ലസ് വരുന്നുണ്ടല്ലോ കേട്ടോ. ഒന്നും പറഞ്ഞടിച്ച് അവൻ്റെ കണ്ണിലെ കയറിയിരിക്കുന്നത് കേട്ടോ. എന്തായാലും കുഴപ്പമില്ലാത്തൊരു വരാല്. അതെ, രണ്ടാമത്തെ മീൻ നമ്മളങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അവൻ്റെ കണ്ണിലെ ഹുക്കപ്പ് ആയിട്ടുണ്ട്. പറ്റാതെ നമുക്ക് എടുക്കാൻ പറ്റും നോക്കാം കേട്ടോ. ഫ്രോഗ് കറക്റ്റ് പുല്ലിൻ്റെ മണ്ടക്കോട്ട് കയറുന്ന ആ ഒരു ലാസ്റ്റ് ടൈമിനാണ് പുള്ളിക്കാരൻ കയറി അടിച്ചത് കേട്ടോ. എന്തായാലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ
കുറുമുവാക്കുക എന്ന് പറയുന്ന കുറച്ച് ചടങ്ങ് പരിപാടിയാണ്. വലിയ കുഴപ്പമില്ലാതെ എൻ്റെ കണ്ണ് ഡാമേജ് ആക്കാതെ നമുക്കത് കുറുമുവാക്കാം. കാരണം ഇങ്ങനെയുള്ള ഫ്രോഗിനൊക്കെ ഇല്ലേ ഇടനാക്കുള്ളതുകൊണ്ട് ഓക്കെ ഉണ്ടല്ലോ, കണ്ണ് ഡാമേജ് ആക്കാതെ നമ്മൾ ഫ്രോഗ് ഇട്ടിട്ടുണ്ട്. ഒരു 1/2 kg പ്ലസ് വരുന്നതല്ല കേട്ടോ. നമുക്ക് നേരെ ചാക്കിനകത്ത് ഇട്ടേക്കാം. രണ്ടാമത്തെ മീന നമ്മുടെ ഇന്നത്തെ. പുള്ളി ആ പാർപ്പ് അടിച്ചടാ. യെസ് ഫിഷോൺ ഫിഷോൺ ഫിഷോൺ. ഇത് പോകത്തില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. പിള്ളേർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് അടുത്തൊരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് വരാല്. നമ്മുടെ ഫ്ലാഷ് ഫ്ലാഷ് ഫ്ലാഷ്. അയ്യോ ഗൈസ് മീൻസ് ഒരു മീനെ പിടിക്കപ്പെട്ട പാട്. അയ്യോ പണിപാളി, കിട്ടുമെന്ന് തോന്നുന്നില്ല. കിട്ടിയടാ. ഇനി പോകത്തില്ല. ഗൈസ് നമ്മൾ ഫ്ലാഷിൽ നമ്മുടെ ഇന്നത്തെ 3ാമത്തെ വരാല കേട്ടോ. പക്ഷെ കുഴപ്പമില്ലാത്തൊരു വരാല് കൊണ്ട് ചാക്കിയിട്ടിട്ട് വിചാരിച്ച് ഇത് കിട്ടത്. പിള്ളേർ കാണിച്ച സ്ഥലത്ത് നിന്ന് കിട്ടിയ കേട്ടോ. നിങ്ങളുടെ പേരെന്താ പറ? എമിൻ. ഓക്കെ. മീനെ പിടിക്കുന്ന കണ്ടല്ലോ. അങ്ങനെ നമ്മളെ 3ാമത്തെ വരാലും കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ആക്ടിവിറ്റി ഇതുണ്ട്. അത് ഇരണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അത് ചെയ്യാൻ. താങ്ക്സ് മച്ച്. വേണ്ട മീൻ കിട്ടി കണ്ടോ. നടുക്ക് വന്ന് റെഡി. കിട്ടിലൊരു വരാല്ലേ കേട്ടോ. സീസാനം സൈസ് കണ്ടോ ഗൈസ്. കിട്ടി ഫസ്റ്റ് വരാല്. പുള്ളിക്കാരൻ നടുക്ക് വന്ന് റെഡി കേട്ടോ. ഹുക്ക് റിമൂവ് ആക്കേണ്ട വന്നില്ല, തനി ഹുക്ക് റിമൂവ് ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വരാല്ലേ. ചാക്കണ്ട
ഗൈസ് കീച്ച മഴ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് മീനെ നമ്മളത് നേരെ ഇതാക്കാൻ പറ്റി പറ്റും. ഏതാ ടെക്നോളജിയാ, കൈ പോലും കൊള്ളിച്ചില്ല. നേരെ മീനടിച്ച് കയറി. അത് ഫസ്റ്റ് മീൻ ഇന്ന് അടുക്ക് വന്നടിച്ചടാ. ഓടി. യെസ് ഗൈസ്, നമ്മുടെ കാശിക്ക് മീൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ കീച്ചനടി കീച്ച ഫൈറ്റ്. കൊള്ളാം. അതിൻ്റെ അവിടെ എന്നെ ഫൈറ്റല്ലേ ഇരി. എടാ അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരും. ഗൈസ് എൻ്റെ അവിടെ ഫ്രോഗ് ഉടക്കിയപ്പോൾ റെക്കോർഡല്ലേ നോക്കി. എൻ്റെ ഫ്രോഗ് ഉടക്കിയപ്പോൾ ഫോൺ കയ്യിലുണ്ട്. ലിപ്പ് ഡിപ്പർ പോയി. അത് കുഴപ്പമില്ല. പൊക്കി കയറ്റി തെങ്ങ ആദ്യമേ ചെയ്ത. കുഴപ്പമില്ല. അത് പൊങ്ങി വരുന്നില്ല, സ്പോഞ്ചല്ലേ. അത് സ്പോഞ്ചുള്ള ഭാഗം പോയി. ഗൈസ് അത് എനിക്കൊന്ന് അടിച്ചിട്ട് പോയ സാധനം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ലിപ്പ് ഡിപ്പർ പോയി. കടിച്ചാൽ ഒരു 1/2 kg പ്ലസ് വരുന്ന ഒരാൾ. വാടാ ഇങ്ങോട്ടോ. ഇതിൽ നമ്മുടെ റിയൽ വാരിൻ്റെ സീക്കോ അതിൻ്റെ പേരെന്നായിരുന്നു? പുതിയ റിയൽ വാരിൻ്റെ പുത്തൻ ഫ്രോ കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ടിട്ടേക്കാം. കാശി നമ്മൾ ഫസ്റ്റ് വരാൻ നമ്മൾ നേരെ ചാക്ക് അത് കണ്ണ് കയറിയിരിക്കുന്നു കേട്ടോ. പയ്യെ വലിക്കാൻ നോക്കി. ഇതുണ്ടോ നീ കരയ്ക്ക് ദേണ്ടത് ഈ വരലൊക്കെ ഉണ്ടോ ഗൈസ്? എനിക്ക് തോന്നുന്നു ഈയിടെ പുല്ല് വാരി ഇട്ട കൂട്ടത്തില്ലേ ഗൈസ് അങ്ങനെ കിട്ടിയതാടാ. ചാക്ക് എടുത്തിട്ടോ അവനെ തിരിച്ചു വിട്ടേക്ക് ഗൈസ്. ഇവിടെ ഇതുണ്ടോ പുല്ല് വാരി ഇട്ടേക്കുന്നുണ്ടോ? ആ പുല്ലിനകത്ത് കയറി കിടക്കുന്ന മീനാ അത്. അങ്ങനെ ഇറങ്ങിയത് ഒരെണ്ണത്തെ നമ്മുടെ കാശ് റിലീസ് ചെയ്ത് കുറച്ച് വെള്ളം നനച്ചിട്ട് ചിലപ്പോൾ ചാത്തില്ലായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഞാൻ സാധനമല്ല. വെള്ളം ശരിക്കും ഇറക്കിട്ടാ. CPR കൊടുത്ത് നോക്കടാ ഗൈസ്. നമുക്ക് അങ്ങനെ ചൂണ്ടയിടാതെ രണ്ടാമത്തെ വരാനിൽ കിട്ടിയിട്ടുണ്ട്. അത് ചെറിയ ജീവനൊക്കെ ഉള്ള മീനാ. ആളൊക്കെ ആയിട്ടുണ്ട്. ഇനി കണ്ടെത്തി പോയ എനിക്കങ്ങനെ ചേർമീൻ കിട്ടിയതാണ്. നിന്റെ നമ്മൾ കാച്ചാ മറ്റേ നിനക്ക് ആദ്യമായിട്ട് മീൻ അടിച്ചില്ലേ അവിടെ എനിക്ക് ചേർമീൻ കിട്ടിയത്. അങ്ങനെ കിട്ടിയില്ല ചേർമീൻ. അമ്മയോടൊക്കെ ചോദിച്ചാൽ മതി. 3-3.5 കിലോ ഉണ്ടായിരുന്നു. എടാ ഞാനെടാ യെസ് ഫിഷ് ഓൺ. യെസ് നമ്മുടെ ഫസ്റ്റ് മീനാണ്. കൊള്ളാമെന്നൊരു നാടൻ കേട്ടോ വൈസ്. നമുക്ക് കുറേ നാൾ കൂടിയിട്ട് ഒരു നാടൻ കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ഫ്രോഗിൽ നമ്മൾ റിയൽ വാരിൻ്റെ ഇതിൻ്റെ ഫ്രോഗിൻ്റെ പേര് എന്നായിരുന്നു? ഓസ്കാർ എന്ന ഫ്രോഗിൽ നമുക്ക് മിക്കപ്പോഴും കിട്ടുന്ന നാടൻ കേട്ടോ. അത് കണ്ടോ മഞ്ഞ കളർ കണ്ടോ. നാടൻ വരായല്ല നല്ലൊരു കളർ ഷെയ്ഡ് കണ്ടോ. ബ്ലാക്ക് യെല്ലോ ബ്ലാക്ക് കണ്ടോ വൈറ്റ്
കിടിലം ഷെയ്ഡ് വരുന്നൊരു കിടിലം നാടൻ. ഈ ലാസ്റ്റ് ഫിന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു വര. ഓസ്കാർ ഇരിക്കുന്നുണ്ടല്ലോ, അടിച്ചവൻ അണ്ണാക്കിയിട്ടുണ്ട്. ആദ്യം സ്ട്രൈക്കിൽ നിന്ന് പിന്നെ രണ്ടാമത്തെ സ്ട്രൈക്കിലാണ് അടിച്ച് കയറിയത് കേട്ടോ. നൈസിൽ ഹുക്ക് നോക്കാം. നാടൻ വരാൻ കേട്ടോ. കുടഞ്ഞപ്പോൾ അവൻ്റെ പുറകിലും കൂടി കയറി. വാ തുറന്ന സൗകര്യമായിരുന്നു. കിടിൽ ഹുക്ക്, അലൂമിനിയം സ്റ്റീൽ ഹുക്കാണ് കേട്ടോ. കിടിൽ ഹുക്ക് ഇപ്പോൾ ഒന്നും പറയില്ല. കിടിലൊരു 1/2 kg വരുന്ന ഒരാൾ കണ്ടല്ലോ, നൈസ് സാധനം. ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, ഫ്രോ കണ്ടല്ലോ, പഴയ പോലെ തന്നെ, ഒരു സീനില്ല. ഓസ്കാർ അടുത്ത കിടപ്പുണ്ട് അവിടെ. അടുത്ത വീട് കുഞ്ഞു വരാൻ രാവിലെ ഒരു കുഞ്ഞു വരാൻ നമ്മൾ റിലീസ് ചെയ്യാം കേട്ടോ. ഓസ്കാറിൽ യെസ് ഷോൺ. അയ്യോ കൊണ്ടുപോകാണ്ട് എല്ലാം കുഞ്ഞതായിരിക്കുന്നു. ആദ്യം ഒരു ചെറുതിനെ കിട്ടി, നമ്മൾ അതിനൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചപ്പോഴേക്കും അടുത്ത ചെറുതിനെ വെച്ച്. അപ്പോൾ എന്തായാലും എടുക്കുക കേട്ടോ, കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. ഇപ്പിട്ട് വെക്കാം. ഓസ്കാറിൽ അത്യാവശ്യം കുഴപ്പമില്ല. അവൻ്റെ കണ്ണ് പോയി. ഈ ചെറുതിനെ വിടുക കേട്ടോ. കുഞ്ഞു പിന്നെ ഉണ്ട്, നോക്കി ഒന്ന് കിട്ടി 2 കുഞ്ഞിനെ വിട്ടു. അതിനെ വിട്ടു.